നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കള്ളം പറയുന്നവരോട് അവർ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാൻ നിൽക്കരുത്. കാരണം അത് ചോദിച്ചാൽ അവർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേറെ കള്ളം പറയും. ഇന്ന് ഹിദാൽഗോയുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട സ്റ്റോറിയാണത്. അതായത് ഹിദാൽഗോ ഹുലിൻ അൽവാരസിൻ്റെ ഏജൻ്റാണ്. ഗിൽമാരിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയായി നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രതികരണമായിട്ട് ഇത്തരത്തിൽ ഹിദാൽഗോ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. സംഗതി, ഗിൽമാരിൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ CEO ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ ഹുലിയനെ ഹെൽപ്പ് ചെയ്യുകയാണ്, അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ ടീമിനായിട്ട് കളിക്കുക, എല്ലാ കോമ്പറ്റീഷനുകളിലും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഹൂലിയൻ്റെ കൂടെ ഉള്ള അഡ്വൈസേഴ്സ് അദ്ദേഹത്തിന് പ്രൊഫഷണലി നല്ല അഡ്വൈസ് കൊടുക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. ഗിൽമാരിൻ പറഞ്ഞു, ഞങ്ങളുടെ ടീമിന് ഉള്ളിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിലൂടെ കാര്യം നേടാമെന്ന് മറ്റൊരു ക്ലബ്ബും ചിന്തിക്കണ്ടെന്ന് അത് ബാഴ്സലോണയെ ഉന്നം വെച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിനോടുള്ളൊരു പ്രതികരണമായിരുന്നു ഹിദാൽഗോ നടത്തിയത്. കള്ളം പറയുന്നവർ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിക്കാൻ നിൽക്കരുത്. കാരണം അവരത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേറെ കള്ളം പറയും. സംഗതി ഒരു തുറന്ന ഫൈറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഗാസ്നഡൂലും അതുപോലെ തന്നെ ജെറാർഡ് റൊമേറോയും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ഗാസ്നഡൂല് പറയുന്നത്, ഹിദാൽഗോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിൽ വലിയ രൂപത്തിൽ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഗിൽമാരിൻ ഹുലിൻ അൽവാരസിൻ്റെ അടുത്ത വൃത്തങ്ങളുമായിട്ട് വളരെ വലിയ രൂപത്തിൽ മെസ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ അർജൻറ്റീനയിൽ പറയൂലേ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഗാസ്നഡൂലിൻ്റെ വാക്കുകളാണ്, ഹി ത്രോ ദി ബോൾ ഇൻ ടു ദെയർ കോർട്ട്. അതാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം ശരിക്കും സംഭവിക്കുന്നത് വേൾഡ് കപ്പിന് മുമ്പാണ്. പറയുന്നത് ഗാസ്നഡൂലാണേ. ഈ താരങ്ങളുമായിട്ടൊക്കെ ഡയറക്റ്റ് ബന്ധമുള്ള, താരങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് സോഴ്സുകളുള്ള ആളാണ്. അദ്ദേഹം പറയുകയാണ്, വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഗിൽമാരിനും ഹൂലിയനും തമ്മിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചതാണ്. അറ്റ് ദാറ്റ് പോയിൻറ്റ് ഗിൽമാരിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിളായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ട്രാൻസ്ഫർ മാർക്കറ്റ് ഡെവലപ്പ് ആവട്ടെ, അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ, ആൻഡ് ദാറ്റ് ഒരു മിനിമം ആക്സെപ്റ്റബിൾ ഓഫർ വരികയാണെങ്കിൽ അവരത് പരിഗണിക്കും എന്നാണെന്ന് ഗിൽമാരിൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ബാഴ്സലോണയുടെ ഓഫർ വന്നപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനോ നെഗോഷിയേറ്റ് ചെയ്യാനോ ഒന്നും ഗിൽമാരിൻ തയ്യാറായില്ല. അപ്പോൾ ഇത് വാഗ്ദാന ലംഘനമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹുലിൻ അൽവാരസിൻ്റെ ക്യാമ്പ് വിശ്വസിക്കുന്നത്. വേൾഡ് കപ്പിന് മുമ്പ് സംസാരിച്ചപ്പോൾ നല്ലൊരു ഓഫറൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളത് പരിഗണിക്കാം എന്ന് വാക്ക് കൊടുത്തിട്ട് ബാഴ്സലോണയിൽ നിന്ന് ഒരു 100 മില്യൺ യൂറോയുടെ ഓഫർ വന്നിട്ട് അതൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും തയ്യാറാവാതെ ഹുലിൻ അൽവാരസ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് മറുപടി കൊടുത്തത് തനിക്ക് തന്ന പ്രോമിസിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഹുലിൻ അൽവാരസ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള വൃത്തങ്ങളും വിശ്വസിക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ്, ഹിദാൽഗോ ഈ ഒരു കാര്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ, ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗിൽമാരിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിളാണ്. അത്ലറ്റിക്കോക്ക് ബാഴ്സലോണയുടെ നേരെ ഒരു ഡിഫറൻറ്റ് സ്റ്റാൻഡാണുള്ളത്. അവർ ആഴ്സണലുമായിട്ട് നെഗോസിയേഷൻ ഓപ്പണാണ്, ബട്ട് വിത്ത് ബാഴ്സലോണ ദേ ആർ നോട്ട്. സോ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ബാഴ്സലോണയോടുള്ളത്. ആഴ്സണലിന് വേണമെങ്കിൽ കൊടുക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം ഹുലിൻ അൽവാരസിനെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്, പക്ഷെ ബാഴ്സലോണയോട് നോ. ഇതാണ് നിലപാട്. ഇത് ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിലപാടാണ്, മാറ്റമില്ലാത്ത നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഹിദാൽഗോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷിക്കണ്ട എന്നാണ് ഗാസ്നഡൂൽ പറയുന്നത്. ആ സമയം ഈ ആഴ്സണൽ മൂവ് എന്നുള്ളത് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? കാരണം ബിക്കോസ് ഓഫ് പേഴ്സണൽ റീസൺസ് ഇൻവോൾവിങ് ഹൂലിയൻ.
ആൻഡ് ദി പീപ്പിൾ ക്ലോസ് ടു ഹിം. ഹൂലിയനും അദ്ദേഹത്തിൻ്റെ അടുത്ത ജനങ്ങളും അടുത്ത വൃത്തങ്ങളും ഈ വിഷയത്തിൽ തൽപരരല്ല. ഹി വാസ് ഇൻ പ്ലാനിങ് ഓൺ ഗോയിങ് ബാക്ക് ടു ലൈഫ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയി താമസിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നില്ല. സോ ഇംഗ്ലണ്ടിലേക്കില്ല, ആഴ്സണലിലേക്കില്ല എന്നുള്ള നിലപാടിൽ ഹൂലിയൻ നിൽപ്പാണ്. ഹൂലിയൻ സെഡ് നോ ടു ആഴ്സണൽ. കാരണം അത് വളരെ ക്ലിയറാണ്, അദ്ദേഹത്തിന് ആകെ വേണ്ടത് ബാഴ്സലോണയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡെഫിനിറ്റീവായിട്ട് ഇതൊന്നും നടക്കില്ല നമുക്ക് പറയാൻ പറ്റൂല. കാരണം ട്രാൻസ്ഫർ ജാലകം തുറന്ന് കിടപ്പാണ്. ഹൂലിയൻ്റെ ഡിസയർ വളരെ ക്ലിയറാണ്. സോ എന്തും സംഭവിക്കാം. ഇപ്പം ഇത് വെച്ചിട്ട് നടക്കില്ല എന്ന് പറയണ്ട എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ജെറാർഡ് റൊമേറോയും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഹൂലിയൻ വളരെ കൺവിൻസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ എന്താണ്, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹം ഡിറ്റർമൈൻഡ് ആണ്. പക്ഷേ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിൽ അദ്ദേഹം തുടരണം എന്നുള്ളതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു നിർബന്ധം. എന്നിട്ട് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പിന്നെ നീക്കം നടത്തുമോ ബാഴ്സ എന്നുള്ളത് കണ്ടറിയണം. ഹൂലിയൻ ടു ബാഴ്സലോണ ഈസ് സംതിങ് ദാറ്റ് റിമൈൻസ് വെരി മച്ച് അലൈവ് എന്നാണ് ജെറാർഡ് റൊമേറോ എപ്പോഴും വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഹൂലിയൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഇപ്പോൾ നിന്നാലും നീണ്ട കാലത്തേക്ക് അദ്ദേഹം അവിടെ തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ആർക്കും ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഹൂലിയൻ അൽവാരസിന് ഗുണം ചെയ്യില്ല, അത്ലറ്റിക്കോ മാഡ്രിഡിന് ഗുണം ചെയ്യില്ല, FC ബാഴ്സലോണക്കും ഗുണം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു താരത്തിന് ഒരു ക്ലബ്ബ് വിട്ടു പോകണമെങ്കിൽ ആ രൂപത്തിൽ തന്നെ അപ്പം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു താരത്തെ അവിടെ പിടിച്ചു വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് നേടാനും പോകുന്നില്ല എന്നാണ് നിരീക്ഷണം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണക്ക് കൊടുക്കൂല എന്നുള്ളതാണ്. തങ്ങളുടെ ഡയറക്റ്റ് റൈവൽസാണ് ബാഴ്സലോണ. അത് ലലീഗയിലാണെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ ഒരു സൂപ്പർ താരത്തെ കൊടുക്കില്ല എന്ന നിലപാടാണ് പുറമേക്ക് എന്തായാലും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പണായിട്ട് ഞങ്ങളെ ചതിച്ചു, ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് പാലിക്കുന്നില്ല, കള്ളം പറയുന്നവൻ എന്നും കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നൊക്കെ ഹൂലിയൻ്റെ ഏജൻറ്റ് അത്ലറ്റിക്കോയുടെ CEO പറഞ്ഞ സ്ഥിതിക്ക് ഇത് സംഗതി കൈവിട്ട ഒരു വാറായി പോവുകയാണ്. ഒരു വടംവലി, ടഗ് ഓഫ് വാർ എന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തും ഉണ്ടാകാം, സ്റ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.